ഹലോ, അഡ്വക്കേറ്റ് മുളമൂട്ടിൽ സാദിഖ്. നിങ്ങൾ മുളയുടെ കൂട്ടി സാധിക്കേ പൈപ്പിന്റെ കൂട്ടി പോയി കഴിവേ. ഇന്നലെ നിന്റെ കേസിന്റെ വിസ്താരം ഉണ്ടായിരുന്നു. ഞാൻ ഘോരഘോരം വായിച്ചില്ലേ. Shall I remind you something? It is quite fun becoming an officer. I pity you for the dirty game you have played in this case. That is a manipulator. ജഡ്ജി പറഞ്ഞ് കേസിന് ആവശ്യമില്ലാത്ത ഇംഗ്ലീഷ് പറഞ്ഞ് കോടതിയുടെ വിലപ്പെട്ട സമയം കളഞ്ഞതുകൊണ്ട് 5000 രൂപ പെറ്റി അടച്ചിട്ട് പോവാൻ. മാത്രമല്ല കോടതിയുടെ ഫ്രണ്ടിലുള്ള പുളിയുണ്ടല്ലോ, പുളിമാവ്, അതിന്റെ താഴെ തലകുത്തനെ നിൽക്കാൻ പറഞ്ഞു വൈകുന്നേരം വരെ. സ്ഥിരം നിൽക്കുന്നതാണല്ലോ, അതുകൊണ്ട് കൈകാലും വേദനയില്ല. ഓക്കെ, നമ്മൾ കൂടെ വാ. ആ ശരി ശരി. എന്റെ മടി കയറി ചോദിക്കാൻ അങ്ങനെയാണല്ലോ ചോദിക്കേണ്ടത്. ഞാൻ സിനിമയിലെ കണ്ടിട്ടുണ്ട്, അങ്ങനെ പറഞ്ഞു. സിനിമയിലേ കണ്ടിട്ടുള്ളത്. അമ്പളിക്കുട്ടൻ നിന്നെ ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു. പലരും പറയും എന്നെ നോക്കിയിരിക്കണം, അത്രയ്ക്ക് ഭംഗിയാണ് സാറേ എന്നെ കാണാൻ. ഞാൻ ഒരു ഫോട്ടോ സാറിന് അയച്ചിട്ടുണ്ട്, പുതിയത്. ഇതിലാ? ഇനി അത് ഞാൻ കാണണമല്ലോ ദൈവമേ. ഇതാണോ? അത് തന്നെ. അയ്യോ നോട്ട്, എന്തൊരു ക്ലാരിറ്റി. ഇതിനകത്ത് എന്നെ കാണാൻ ഭയങ്കര ഭംഗി. ഫോൺ പോലെ അല്ലേ ഇത്? ഇത് 1.5 ലക്ഷം രൂപയുടെ ഫോണാണ്. ഇന്നലെ ലോഞ്ച് ആയതേ ഉള്ളൂ. പിന്നല്ലാതെ എന്തൊരു ഭംഗി എന്നെ കാണാൻ. 1 മാസം ശമ്പളം മൊത്തം പോയി. അടിപൊളി. ആ ശരി, ഇനി അത് കളാം. കളയാൻ പറഞ്ഞു. അത് കളയാനല്ലേ പറഞ്ഞു, നീ പറഞ്ഞോണ്ടിരിക്കുന്ന കാര്യം പറയാനാണ്. നീ പൊട്ടിയില്ല ഭാഗ്യം. നിന്നോ കാര്യം പറ. അതായത് ഇന്നലെ നിന്റെ കള്ളനോട്ടടി കേസ് ഉണ്ടായിരുന്നല്ലോ. ഞാൻ പെട്ടുപോയി സാർ, അറിയാതെ അടിച്ചു പോയതാ. എന്തോ ആയിക്കോട്ടെ, അതിന്റെ വാദമായിരുന്നല്ലേ. ഞാൻ നാണം കെട്ടുപോയി കേട്ടോ. അവസാനം കേസിന്റെ വിധിയായെന്ന് പറഞ്ഞാ നാളെ രാവിലെ 10 മണിക്ക് കോടതി തുടങ്ങുന്നതിന് മുന്നേ ഒരു 50,000 രൂപ പിഴ നീ കോടതി കെട്ടിവെക്കണം. എത്ര രൂപ? 50,000 രൂപ പിഴ. നാളെ തന്നെ? നാളെ അടയ്ക്കാൻ പറ്റത്തില്ല. എടാ, ഇത് കോടതി കാര്യമാണ്, നാളെ തന്നെ കെട്ടിവെച്ചേ പറ്റൂ. പറ്റത്തില്ലെന്ന്. പറ്റണം, കെട്ടിവെക്കണം. ഇനിയിപ്പോ ഇവിടുന്ന് സൈക്കിൾ എടുത്ത് വീട്ടിൽ പോയി പേപ്പർ വെട്ടി മഷി തേച്ച് നോട്ടടിച്ച് ടെറസിന്റെ മേട്ടിട്ട് ഉണങ്ങൂല. കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞാണെങ്കിൽ ഒരു 1.5 ലക്ഷം രൂപ അടയ്ക്കാന്ന് പറ. ഞാൻ അടിക്കൂല. അടിച്ചു കഴിഞ്ഞാൽ ആ കേസ് നീ എനിക്ക് തന്നെ തരും. ഞാൻ ഈ കേസ് വാദിച്ചു കഴിഞ്ഞാൽ കൊലക്കേറെ എനിക്ക് ഉറപ്പാണ്. എടാ, പിന്നെ നിന്റെ ഭാര്യയുടെ എന്തോ ഒരു ഡൈവോഴ്സ് കാര്യം വേണമെന്ന് പറഞ്ഞാൽ നീ വന്നത്. ഡൈവോഴ്സ് അന്ന് മേടിച്ചു തന്നല്ലോ. അന്ന് മേടിച്ചു തന്ന കേസിന്റെ കാര്യം നീ പറയണ്ട. അന്ന് ഞാൻ മേടിച്ചു തന്നപ്പോ നീ കോടതി വളപ്പിക്കണം എന്താണ് കാണിച്ചത്? അത് ഡൈവോഴ്സ് കിട്ടിന്റെ സന്തോഷത്തിൽ ഞാൻ കോടതി വളപ്പിട്ട് പടക്കം പൊട്ടിച്ച്. നീ എന്തൊക്കെ ജഡ്ജി എടുത്ത് പറയണമെന്ന് എനിക്ക് അറിയില്ല. കുത്തിയില്ല എന്ന് പറഞ്ഞ് എങ്ങനെയെങ്കിലും അതിന് നൂരാ. പക്ഷേ നീ ആ പടക്കം പൊട്ടിച്ച സമയത്ത് പടക്കത്തിൽ നിന്ന് പോയ ഒരു എലിവാണം ചേംബറിലിരുന്ന ജഡ്ജിയുടെ പെടലിക്കാണ് നിന്നിരുന്നത്. ജഡ്ജിയെ കൊല്ലാൻ ശ്രമിച്ച കേസ് പുറകെ വരുന്നു. ഇനി ഞാൻ നിനക്ക് വേണ്ടി അപ്പിയർ ചെയ്യണമെങ്കിൽ വ്യക്തമായ എവിഡൻസ് വേണം. എവിഡൻസ് ഉണ്ടോ? എവിഡൻസ് ഉണ്ട്. ഞാൻ തരാം എവിഡൻസ്. അവൾ എന്നെ ഒരുപാട് കഷ്ടപ്പെടുത്തുന്നുണ്ട്. എന്നെ കൊണ്ട് സവാള അരിപ്പിക്കും, തുണി കഴിക്കും, നിലം തുടപ്പിക്കും. ഭയങ്കര കഷ്ടപ്പാട്. പിന്നെ അരിഞ്ഞു നോക്കണ സവാളയൊക്കെ കണ്ണി കൂടെ വെള്ളം വരും. എടാ, ഇതൊക്കെ സിമ്പിൾ. സവാള അരിയുന്നതിന് 10 മിനിറ്റ് മുമ്പ് ഫ്രിഡ്ജിൽ വെക്കുക, കണ്ണ് നിറയേയില്ല. കരിമിന് അറിയാം. പിന്നെ തുണി കഴുകുന്ന കേസ് ഏതെങ്കിലും ഡിറ്റർജന്റ് വാങ്ങിച്ച് നേരെ തീർന്ന കാര്യം. പിന്നെ നമ്മൾ തറ തുടയ്ക്കുന്ന കേസ് നല്ല ഇത്രയുള്ള മോപ്പ് കിട്ടും, കുനിയേ വേണ്ട. അപ്പൊ എന്നെ കാട്ടി മോശമല്ലേ സാറിന്റെ അവസ്ഥ? ഇത് ഞാൻ ഇന്നലെ വൈഫിനെ കൊണ്ട് ആശുപത്രി പോയി, നമുക്ക് പനിയായിരുന്നു. അവിടുന്ന് കിട്ടിയത് അത്ഭുത വസ്തു. ഇത് അത്ഭുത വസ്തു. എന്ത് അത്ഭുതം കാണിച്ചത്? ഇത് അവളെ വായിൽ വെച്ചപ്പോ 5 മിനിറ്റ് അവള് മിണ്ടാതിരുന്നു. പൊന്നമ്മളിക്കോട്ടെ, എങ്ങോട്ട് വാ. ഇത് പനി അളക്കുന്ന ഒരു ഉപകരണമാണ്, തെർമോമീറ്റർ എന്ന് പറയും. അങ്ങനെയായിരുന്നു. എന്നാലും എനിക്ക് അത്ഭുതം. നീ അത് വിട്ട്. അയ്യോ പൊട്ടി. നിന്റെ കാര്യം ഏറ്റെടുക്കുന്നത് വല്ലാത്ത കേസാണ്. അവൾക്ക് ഇപ്പൊ എന്താണ്, നിന്റെ ഭാര്യക്ക് എന്താണ് മെയിൻ ആയിട്ടുള്ള പരാതി? എന്താണ് പരാതി എന്ന് വെച്ചാ ഞാൻ ജോലിക്കൊന്നും പോകുന്നില്ല, വീട്ടിൽ ചെലവിന് കൊടുക്കുന്നില്ല, ഇതൊക്കെയാണ് പരാതി. വെറുതെ പിന്നെ തിന്നോണ്ട് വീട്ടിൽ കയറിയ ജോലിക്ക് പോണ്ടേ? എനിക്ക് നല്ല ജോലി ഉണ്ടായിരുന്നു ഗൾഫിൽ. ഗൾഫിൽ എനിക്ക് നല്ല ജോലി ഉണ്ടായിരുന്നു. അത് നല്ലൊരു എവിഡൻസ് ആണ്. അവളെ കാരണമാണ് ഞാൻ കളഞ്ഞിട്ട് വന്നത്. അറബി നാട്ടിൽ ഉണ്ടായിരുന്നു. അറബി നാട്ടിലുണ്ടായിരുന്നു. ഞാനാണ് ഇടയ്ക്ക് നാട്ടിൽ ലീവിൽ വരുന്നത്. അവിടെ തന്നെ കാണും. നീ അറബി നാട്ടിൽ ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. അറബി പഠിച്ചിട്ടുണ്ടാ? 10 അക്ഷരം പഠിച്ചിട്ടില്ല. പത്രം വായിക്കാൻ പോലും അറിഞ്ഞൂടാ. അറബിക്ക് അറബി സംസാരിക്കുവോ? സംസാരമൊന്നുമില്ല. വന്നോടനെ കുനിച്ചിരുത്തി കൂമിടിയാണ്. നീ കുറച്ചു നാൾ അറബി നാട്ടിൽ ജീവിച്ചല്ലോ. ഉണ്ട്. അപ്പൊ അതിന്റെ പേരിൽ നിനക്ക് കുറച്ച് അറബി ഭാഷ അറിയാമോ? ഏതെങ്കിലും ഭാഷ പറഞ്ഞാൽ അത് കോടതിയിൽ നല്ലൊരു എവിഡൻസ് ആണ്. അറബി ഭാഷ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും തിന്നാൻ തന്നെ നന്ദി എന്ന് പറയാൻ അറിയാം. നന്ദി എങ്ങനെ പറയും? നെപ്റ്റ്യൂൺ. നെപ്റ്റ്യൂണാ? പ്ലൂട്ടോയാ? അങ്ങനെ ഏതോ ഒരു ഗ്രഹത്തിന്റെ പേരാണ്. ശരി, ഇനി വേണ്ടത് ആ അറബി നാട്ടിൽ നിനക്ക് എന്താണ് ജോലി എന്നുള്ളത് വ്യക്തമായ ഒരു ഐഡിയ എനിക്ക് കിട്ടണം. ജോലി എന്ന് വെച്ചാൽ ഈ അറബിയിൽ ആടുകളെ നോക്കണം. ആട് ജീവിതം
ആട് ജീവിതമൊക്കെ എന്ത് സുഖം. ഇത് കേക്ക്, 200 ആടുണ്ട്. 200 ആടിനെ ഒരു ദിവസം ഞാൻ കറന്ന് 2000 ലിറ്റർ പാല് കൊടുക്കണം. 200 ആടിയുന്ന? ഓ അതെങ്ങനെ? അതല്ലേ വിഷയം. ഞാൻ ഈ ആടിന്റെ അകടില് മറ്റേ ലൈൻ കപ്പില് വവ്വാല് തൂങ്ങുന്ന കണക്ക് തൂങ്ങും. അവസാനം ചോര വരെ വരും. ചോരപ്പാൽ അറബി കുടിക്കൂ? ആടിന്റെ പുറത്ത് 5-6 പൂടെ കൂടെ അതിനകത്ത് പറിച്ചിട്ടിട്ട് കുങ്കുമപ്പൂ ചേർത്ത പാലെന്ന് പറഞ്ഞ് കൊടുക്കും. അവൻ മടുപടാ. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ലേ? അത് ശരി. അപ്പോഴേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ അറബി നാട്ടില് മണൽക്കാട്ടടിക്കൂ? ആരൊക്കെ എന്നെ വന്ന് അടിച്ചിട്ട് വന്നു, പിന്നെ മണൽക്കാട്ടായിട്ട് എന്തിനു കുറയ്ക്കണം? അതും വന്ന് അടിച്ചിട്ട് പോട്ട്. അത് വിട്, അതൊന്നും വേണ്ട, കേസിന് അതൊന്നും വേണ്ട. ഇത്രയും ഭയങ്കര ബുദ്ധിമുട്ട് നിനക്കുണ്ടായിരുന്നു, അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചുകൂടായിരുന്നു? എത്ര വട്ടം ഞാൻ ഓടിയെന്നറിയാമോ? ഞാൻ ഓടും, ഒരു 4 കിലോമീറ്റർ ആകുമ്പോൾ അറബി കാർ ഓട്ടോരും വിളിച്ചോണ്ട് പോകും. പിന്നെ ഞാൻ ഓടും, അറബി വരും, കാർ ഓട്ടോരും വിളിച്ചോണ്ട് പോകും. ഇപ്പൊ ആ റൂട്ടിലൂടെ അപ്പോൾ യൂബർ ടാക്സി ഓടിക്കുന്നത്. അന്ന് വർഷത്തിൽ 4 വട്ടം ഞാൻ തന്നെ ഓടുകയായിരുന്നു. അത് ഓക്കെ. ഭയങ്കര ഉപദ്രവമാണല്ലേ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ അറബി നാട്ടിൽ ഭയങ്കര നിയമമാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ? നിയമങ്ങളൊക്കെ ഭയങ്കരമാണ്. നിയമമൊക്കെ പ്രശ്നമൊന്നുമില്ല, പക്ഷെ നിയമം തെറ്റിച്ച ഭയങ്കര ശിക്ഷയാണ്. റോഡിൽ കൂടെ ഒരാൾ വെറുതെ നടന്നു പോയാലും നിയമം പഠിക്കും. കൊണ്ട് കാര്യം അവിടുത്തെ റോഡൊക്കെ നല്ല കണ്ണാടി പോലെ ഇരിക്കുകയല്ലേ. അപ്പൊ അവിടെ ഈ മുണ്ടും മടക്കി കുത്തി നടക്കാവൂല. ഞാൻ നടന്നായിരുന്നു. അതിനെനിക്ക് മുതുകില് 100 ചാട്ടവാറടിയാ വിളിച്ചത്. അയ്യോ, 100 ചാട്ടവാറടി മുതുകിൽ കിട്ടിയാ? അത് പിന്നെ ഈ അറബിയും ഞാനോട്ടുള്ള ഇരിപ്പ് വശം വെച്ച് ചാട്ടവാറടി മുതുകിൽ നിന്ന് ഒഴിവായി കിട്ടി. ഓ, എനിക്ക് അവിടുത്തെ വിശേഷങ്ങൾ കേട്ടോളാൻ പോയാ ഇരിക്കാൻ ഒക്കില്ല. ചാട്ടവാറടി മുതുകിൽ നിന്ന് ഒഴിവാക്കിയുള്ളൂ. വേഷം കിട്ടിയല്ലേ? അടിച്ച് ഒട്ടിച്ച് കളഞ്ഞു. ഇപ്പൊ തന്നെ ഞാൻ ബ്ലാക്ക് മാർക്കർ വെച്ച് ഇങ്ങനെ വരച്ചേക്കുക. അല്ലെങ്കിൽ രാവിലെ എനിക്ക് കൺഫ്യൂഷൻ അടിക്കും. ഞാൻ ചോദിക്കട്ടെ, നല്ല ഫുഡ് കിട്ടും? നല്ല ഫുഡ് കിട്ടും. രാവിലെ ആദ്യം കുബൂസ്, പിന്നെ കക്കൂസ്, പിന്നെ കുബൂസ് കക്കൂസ്, അങ്ങനെ പോകും. ഞാന് ഇപ്പൊ ഇതിനകത്തൊരു വ്യക്തമായ ഒരു കാര്യം പറയുകയാണെങ്കിൽ, മളിക്കൂട്ടാ, ഞാൻ മനസ്സിലാക്കിയിടത്തോളം, എന്നാ പിന്നെ അങ്ങോട്ട് നമുക്ക് കുളിച്ചിട്ട് തുടങ്ങാം. എവിടെ? നിങ്ങൾ മനസ്സിലാക്കിയ കുളം എവിടെ പോവാം? ഞാൻ മനസ്സിലാക്കിയിടത്തോളം അതായത് ഒരു പെൺകുട്ടിയെ കാണാൻ പോകുമ്പോൾ, പെണ്ണ് കാണാൻ പോകുന്ന സമയത്ത്, അതായത് വീട്ടിൽ പോയിട്ടുണ്ടോ? അങ്ങനെ പെണ്ണ് കാണാൻ പോയി ചായം കുടിച്ചു. അങ്ങനെ ചടങ്ങ് ഉണ്ടായിരുന്നു. അപ്പൊ പെൺകുട്ടിയോട് ഒറ്റയ്ക്ക് സംസാരിക്കണം എന്നുള്ള ആഗ്രഹം നിങ്ങൾ പറഞ്ഞു? എല്ലാരും പറഞ്ഞു പെൺകുട്ടിയുടെ എന്തെങ്കിലും സംസാരിക്കാൻ. ഞാൻ സംസാരിക്കാൻ വേണ്ടി പെൺകുട്ടി കണ്ട് പുറത്തോട്ടിറങ്ങിയപ്പോഴേ അവരെ വീടിന്റെ അപ്പുറത്ത് JCB മണ്ണ് മാന്താൻ വന്നു. ഞാൻ അത് കാണാൻ പോയിരുന്നു. ആ സമയത്ത് പെണ്ണിന്റെ അച്ഛൻ പോലും ഒന്നും പറഞ്ഞില്ല? പെണ്ണിന്റെ അച്ഛനുണ്ടോ? അയാൾ ജെറ്റ് പോകുന്ന നോക്കിട്ട് ഹായ് പുക തുപ്പുന്ന കിളി എന്ന് പറഞ്ഞ അവിടെ കഴിയടിക്കുന്നു. രണ്ടുപേരും കൂടെ ചേർന്നിട്ട് പുഴിയാനേയും പിടിച്ചൊരു തീപ്പെട്ടിട്ടുണ്ട് വരാത്തത്. ഇനി പോകുമ്പോ പറയാം. നല്ല ചേർന്ന കുടുംബം അമ്മായി അപ്പനും. ഇവിടെ ഞാൻ പറഞ്ഞെന്താണയോ, ശക്തമായ ഒരു കാരണം വേണം. നിങ്ങളെ മാനസികമായിട്ട് പീഡിപ്പിക്കുന്നു, മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിക്കുന്നു. എന്നെ മാനസികമായിട്ട് പീഡിപ്പിക്കും. അത് പറ. മാനസികമായിട്ട് എന്നെ പീഡിപ്പിക്കും. അതായത് ഞാൻ രാവിലെ കിടന്ന് ഉറങ്ങുമ്പോ എന്നെ വന്ന് വിളിച്ചുണർത്തി ശല്യം ചെയ്യും. അതിരാവിലെ എത്ര മണിയാവും? ഒരു 11 മണി. അതാണ് കറക്റ്റ്. മോശപ്പെട്ട വാക്കുകൾ എന്താണ് പറയുന്നത്? പറയും. എണീച്ചിരുത്തിയിട്ട് ഒരു കപ്പ് ചായ പോലെ തരാതെ, ചേട്ടാ എത്രയാ ആണുങ്ങൾ ജോലിക്ക് വന്നു, ചേട്ടന് ജോലിക്ക് കൂടെ ചോദിക്കും. സഹിക്കാൻ പറ്റില്ല. ഈ ഒരു കേസിൽ ഞാൻ ഇതിലൊരു കാര്യം പറയാം. ഇതിനകത്ത് കാര്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഈ കേസിൽ ഞാൻ ഒരു കാര്യം പറയാം. അതായത് ഇതൊന്നും പോരാ. അതായത് നീ എന്തെങ്കിലും നിന്റെ ഭാര്യയുടെ പേരിൽ കണ്ടിട്ടുള്ള എന്തെങ്കിലും ഒരു ചെറിയ രഹസ്യ സംഭാഷണം, ഒരു രഹസ്യ കാമുകൻ, രഹസ്യ ചാറ്റ്, അങ്ങനെ എന്തെങ്കിലും? ഒരുത്തൻ എന്റെ ഭാര്യക്ക് വൃത്തികെട്ട മെസ്സേജ് അയച്ചു. വൃത്തികെട്ട മെസ്സേജ്. ഞാൻ കണ്ടതാണ് മെസ്സേജ്. എന്ത് മെസ്സേജാണ് അയച്ചത്? മാഡം, നിങ്ങളെ കാണാൻ അതീവ സുന്ദരിയാണ്, നിങ്ങൾക്ക് സിനിമയിൽ നോക്കിക്കൂടെ, അടുത്ത നായികയായിട്ട് ചാൻസ് കിട്ടുമെന്ന്. ഇതിലൂടെ വൃത്തിയോടിരിക്കുന്നു. അവൻ മടങ്ങിട്ടങ്ങ് പോയി. അയ്യോ, അവളെ ശല്യം കാരണം ഞാൻ 24 മണിക്കൂർ അവളെ കൊണ്ട് ബ്യൂട്ടി പാർലറിൽ കയറി ഇറങ്ങിയാണ്. പിന്നെ എല്ലാ സംവിധായകന്മാരെ വീട്ടിൽ ഞാൻ അവളെ ഫോട്ടോ ആയിട്ട് തിന്നനിറങ്ങിയാണ് അവൾക്ക് ചാൻസിന് വേണ്ടി. അറിയാമോ അമ്പളിക്കുട്ടാ, ഒരു പുരുഷനെ മാക്സിമം ദ്രോഹിക്കുന്നതിന്റെ പരിധിയാണ്. തീർച്ചയായും അവന് ഞാൻ കൊലക്കയർ കുറഞ്ഞ മേടിച്ചു കൊടുക്കും. കൊലക്കയർ. എനിക്ക് ദേഷ്യമുണ്ട്. കാരണം എന്റെ ഭാര്യക്ക് ഒരു ഇതുപോലെ വൃത്തികെട്ട മെസ്സേജ് അയച്ചിട്ടുണ്ട്. എന്തോന്ന് അയച്ചത്? നിങ്ങളുടെ ഭർത്താവ് കിഴങ്ങ് അഡ്വക്കേറ്റ് ആണെന്ന്. കിഴങ്ങ് അഡ്വക്കേറ്റ് കൊല്ലണം. എന്റെ വക്കീലിനെ വക്കീൽ എന്റെ എത്ര കേസ് വാദിച്ചു? 10-25 കേസ് വാദിച്ചിട്ടുണ്ട്. എത്രണ്ണം ജയിച്ചു? ഒരെണ്ണം പോലും വിജയിച്ചിട്ടില്ല. അവനാണ് ശരി. നിങ്ങൾ കിഴങ്ങല്ല, മരക്കിഴങ്ങാണ്. വായും പൊളന്നിക്ക് തീർക്കണ്ടേ ഏന്നെങ്കിലും ആക്ക്.